പഴയൊരു ഗ്രാമത്തിൽ വലിയൊരു ആൽമരമുണ്ട്. അതിന്റെ തണലിൽ ആ ഗ്രാമവാസികളെല്ലാം വിശ്രമിച്ചു. കഥകൾ പറഞ്ഞു, കളിചിരികൾ പങ്കുവെച്ചു, സങ്കടങ്ങൾ പങ്കുവെച്ചു. പരസ്പരം അവർ ഒത്തുചേർന്നു. ആൽമരത്തിന്റെ ഇലകൾ കാറ്റിൽ തലോടുമ്പോൾ ഒരു സംഗീതം പോലെ നാട്ടുകാർ ആസ്വദിച്ചു. എന്നാൽ പിന്നീട് കനത്ത വേനൽ വന്നു. ആൽമരത്തിന്റെ ഇലകൾ ഒന്നൊന്നായി പൊഴിഞ്ഞു. ശിഖരങ്ങൾ നട്ടു. ഗ്രാമവാസികൾ സങ്കടത്തോടെ മനസ്സിലൊരു ഭയം അവരുടെ ഉള്ളിൽ നിഴലിച്ചു. ആൽമരം മരിക്കുകയാണ്. അവർ പരസ്പരം ചോദിച്ചു. ഗ്രാമത്തിൽ കബീർദാസ് എന്നൊരു വൃദ്ധനുണ്ട്. അയാളുടെ മുഖത്ത് മാത്രം ശാന്തത. ഇത് ശ്രദ്ധിച്ച രാമു എന്ന ചെറുപ്പക്കാരൻ കബീർദാസിനോട് ചോദിച്ചു, ഈ നാടിന്റെ എല്ലാമായി ഈ ആൽമരം നശിക്കാൻ പോകുന്നതിൽ നിങ്ങൾക്കൊരു നിൽക്കൂ? ചെറുചിരിയോടെ കബീർദാസ് രാമുവിനോട് പറഞ്ഞു, മോനെ, കൊഴിയുന്നതെല്ലാം തളിരിടാൻ വേണ്ടിയാണ്. രാമു തിരിച്ചു ചോദിച്ചു, എങ്ങനെ? ഇലകളില്ലാതെ ശാഖകൾ വരണ്ട് ഇതെങ്ങനെ വീട്ടിൽ പോകും? കബീർദാസ് ആ കഥ പറഞ്ഞു. നിന്റെ പ്രായമുണ്ടായിരുന്നപ്പോൾ ഞാനും ഇതുപോലെ ഈ മരം വരണ്ടുണങ്ങിയത് കണ്ടതാണ്. നീ ചോദിച്ച അതേ ചോദ്യം എന്റെ ഗുരുവിനോട് ഞാനും ചോദിച്ചു. ഗുരു പറഞ്ഞു, എല്ലാ ശിഖരങ്ങളും പൂക്കും, വേരിലെ ജലം വറ്റാതെ നോക്കിയാൽ മതി. മരങ്ങളുടെ ഇലകൾ പൊഴിയുന്നത് അതിന്റെ അവസാനമല്ല, അതൊരു തുടക്കത്തിന്റെ അടയാളമാണ്. ഇലകൾ വീഴുമ്പോൾ മരം അതിന്റെ ശക്തി വേരുകളിലേക്ക് പടർന്നു വേനലിന്റെ കാഠിന്യത്തെ അതിജീവിക്കും. ഇടയ്ക്ക് കയറി രാമ ചോദിച്ചു, എങ്ങനെ വേര് പക്ഷേ ജലം നിലനിർത്തും? ഈ വരൾച്ചയിൽ എല്ലാം പറ്റിപ്പോയില്ലേ? എന്നുമില്ലല്ലോ വെള്ളം. കബീർദാസ് അവനെ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് നോക്കൂ. ഈ മണ്ണിനടിയിലാണ് അതിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. അവിടെ ഭൂമിയുടെ ഉള്ളറകളിൽ ഒരു ചെറിയ ജലത്തുള്ളി പോലും മരത്തിന് ജീവൻ. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ മഴ വന്നു. ഗ്രാമം മുഴുവൻ ആഹ്ലാദിച്ചു. അല്പം നാളുകൾക്കകം ആൽമരത്തിന്റെ ശിഖരത്തിൽ ചെറിയൊരു തളിർ മുളപൊട്ടി വന്നു. പതിയെ ആൽമരം വീണ്ടും പറ്റി. ഗ്രാമവാസികളെല്ലാം ആ ആൽമരച്ചുവട്ടിൽ സന്തോഷത്തോടുകൂടി. കബീർദാസും രാമുവും വീണ്ടും ആ മരച്ചുവട്ടിൽ കണ്ടു. സംസാരത്തിനിടെ കബീർദാസ് പറഞ്ഞു, മനുഷ്യന്റെ ജീവിതവും ഈ മരം പോലെയാണ്. ഇതിന്റെ ശിഖരങ്ങളെ പോലെ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചിലപ്പോൾ വാടിപ്പോകും. എന്നാൽ ഈ മരം അതിന്റെ വേരിലെ ജലം വറ്റാതെ കാത്തിരുന്ന പോലെ വിശ്വാസവും ശ്രമവും ക്ഷമയും കൈവിടാതെ കാത്തു സൂക്ഷിക്കണം. വാടിപ്പോയ സ്വപ്നങ്ങളെല്ലാം പിന്നെയും എല്ലാ ശിഖരങ്ങളും വേരിലെ ജലം വറ്റാതെ നോക്കിയാൽ